നമ്മൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ പറയാണ് റബ്ബേ നിങ്ങൾ എനിക്ക് വേണ്ട അല്ലാഹ്, എനിക്കെന്റെ ഭാര്യയെ മതി. ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഏതോ ഒരു നിക്കാഹിന്റെ സദസ്സിൽ വെച്ചെന്റെ കൈവിരലിൽ കോർത്തു വന്ന ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീദഹാ എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ചേർത്തുവിട്ട കല്യാണം കഴിഞ്ഞപ്പോ വാപ്പയോട് സലാം പറഞ്ഞ് ആങ്ങളമാരോട് സലാം പറഞ്ഞ് കളിമുട്ടത്തോട് വിട പറഞ്ഞ് എന്റെ വിരൽ തുമ്പിൽ പിടിച്ചിട്ട് എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും എന്റെ വൈഷമ്യങ്ങളിലും എന്റെ പ്രയാസങ്ങളിലും എന്റെ പങ്കാളിയായി നിന്ന പാതിരാത്രിയിൽ ഞാൻ വരുന്നത് വരെ ഉറക്കമളച്ചിട്ട് എന്റെ വീടിന്റെ വാതിൽപ്പടിയിൽ എന്നെയും കാത്തിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എനിക്കെന്റെ 3 മക്കളെ എനിക്ക് പ്രസവിച്ചു തന്ന, ഞാനില്ലാത്തപ്പോഴും എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ഉപ്പാന്റെ ത്യാഗങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപ്പാനെ മനസ്സിൽ പതിപ്പിച്ചു കൊടുത്ത എന്റെ ഭാര്യ, ഞാൻ അസുഖമായി കിടക്കുമ്പോ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ കൈവെള്ളയിലേക്ക് ചേർത്ത് വെച്ച് എനിക്കൊരു പുതപ്പായി മാറി തന്ന എന്റെ ഭാര്യ, എന്റെ ആകുലതകളിലും വ്യാകുലതകളിലും എന്റെ കണ്ണ് നിറയുമ്പോ എന്റെ കണ്ണവളുടെ ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചിട്ടൊരു ഉമ്മയുടെ വാത്സല്യം എനിക്ക് തന്ന എന്റെ ഭാര്യ, കച്ചവടത്തിൽ പങ്കെടുത്തിട്ട് സുഹൃത്തുക്കളെ ചതിക്കുമ്പോ ആ ചതിയിൽപ്പെട്ട് സങ്കടത്തോടെ വന്നിരിക്കുമ്പോ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് എന്റെ അടുക്കൽ വന്നൊരു അധ്യാപികയെ പോലെ എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്ന എന്റെ ഭാര്യ, അവസാനം മരിക്കുന്നത് വരെ എന്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോഴും വാർദ്ധക്യത്തിൽ എന്റെ കയ്യിലേക്ക് കഞ്ഞി കൊണ്ടുവന്നിട്ട് കുമ്പിളിൽ കോരി തന്ന എന്റെ ഭാര്യ, മക്കൾ നമ്മളെ വിട്ടുപോയാലും ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പിരിയുന്നത് വരെ നമ്മൾ ഒന്നിച്ചുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് അവസാനം വരെ എന്റെ കൂടെ നിന്ന് എന്റെ ഭാര്യ, ആ ഭാര്യയെ തന്നെ എനിക്കും മതി റബ്ബേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ഭാര്യയെ തന്നെ സ്വർഗത്തിൽ തരുമല്ലോ. നിങ്ങൾ ഈ ദുനിയാവിൽ ഒത്തിരി കഷ്ടപ്പെട്ടവരല്ലേ, ഈ ദുനിയാവിൽ നിങ്ങൾ കരഞ്ഞവരല്ലേ, ഇതൊന്നും കബീർ വാക്കവി വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ